നമസ്കാരം. വംശഹത്യയുടെ വിനാശകരമായ സാഹചര്യത്തിലാണ് ഗാസ എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. ഇസ്രയേലുമായുള്ള സഹകരണം യൂറോപ്യൻ യൂണിയൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രസൽസിൽ വെച്ച് നടന്ന EU ഉച്ചകോടിക്ക് മുൻപാകെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാഞ്ചസ്. യൂറോപ്യൻ യൂണിയന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. വ്യാപാര ബന്ധങ്ങളിൽ അടിസ്ഥാനമായ കരാറിന് കീഴിലുള്ള മനുഷ്യാവകാശങ്ങൾ ഇസ്രയേൽ ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പലസ്തീന്റെ അതിർത്തികളിൽ മാനുഷിക സഹായങ്ങൾ തടഞ്ഞുവെച്ച ഇസ്രയേൽ നടപടി, സിവിലിയൻ നാശനഷ്ടങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, കൂട്ടപലായനം, യുദ്ധം മൂലമുണ്ടായ നാശം തുടങ്ങിയവ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സാഞ്ചസ് യൂറോപ്യൻ യൂണിയന്റെ സഹകരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇസ്രയേൽ യൂറോപ്യൻ യൂണിയൻ സഹകരണ കരാർ നിർത്തിവെക്കുന്നതിൽ അംഗങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള സമ്മതം ആവശ്യമാണ്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് ആദ്യം തുറന്നു പറഞ്ഞ യൂറോപ്യൻ നേതാക്കളിൽ ഒരാളാണ് സാഞ്ചസ്. അതേസമയം സാഞ്ചസിനെതിരെ ഇസ്രയേലിന്റെ മാഡ്രിഡ് എംബസി രംഗത്തെത്തി. ഇസ്രയേലിനെ സാഞ്ചസ് പൈശാചികവൽക്കരിക്കുകയാണ് എന്നാണ് എംബസി പറഞ്ഞത്. സ്പെയിൻ ചരിത്രത്തിന്റെ തെറ്റായ ഭാഗത്താണ് ഉള്ളത് എന്നും എംബസി എക്സിൽ കുറിച്ചു. എന്നാൽ സാഞ്ചസിന്റെ പ്രതികരണത്തെ നേരിട്ട് പരാമർശിച്ചായിരുന്നില്ല എംബസിയുടെ ഈ വിമർശനം. ഇത് വളരെ ഖേദകരം മാത്രമല്ല, അത് ധാർമ്മികമായി പ്രതിരോധിക്കാൻ കഴിയാത്തതും കൂടിയാണ്. ഒന്നിലധികം അസ്തിത്വ ഭീഷണികൾ നേരിടുന്ന ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിന് അവരുടെ പൗരന്മാരെ പ്രതിരോധിക്കാനുള്ള അവകാശവും കടമയുമുണ്ട് എന്നാണ് എംബസി എക്സിൽ കുറിച്ചത്.